Hello everyone, welcome to Students Focus. നമ്മൾ ഇന്ന് BCKയുടെ ചാപ്റ്റർ 5 ഓർഗനൈസേഷൻസ് ഫെസിലിറ്റേറ്റിംഗ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓർഗനൈസേഷൻസ് ഫെസിലിറ്റേറ്റിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാരാണ്? നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് ഈസി ആക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ് എന്താണോ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാണോ അവരെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബിസിനസ് ഫെസിലിറ്റേഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ടോപ്പിൽ വരുന്നത് ഫണ്ടിങ് ആൻഡ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ നിങ്ങളുടെ ഈ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് RBI, SEBI, CCI, IRDI ആൻഡ് NABARD. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് ഫണ്ടിങ് ആൻഡ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ലെയറിൽ വരുന്നത് എന്താണ്? ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ്. നമ്മളുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിൽ കുറേ പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഈ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡിൽ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു പ്രോബ്ലം ഫിനാൻസിൻ്റെ പ്രോബ്ലം. നമുക്ക് മണി പ്രശ്നങ്ങൾ, മോണിറ്ററി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ പ്രോബ്ലം, ബിസിനസ് റൺ ചെയ്യാനുള്ള ഫിനാൻസിൻ്റെ സഫിഷ്യൻസി ഇല്ലാതെ വരിക, ഫിനാൻസിൻ്റെ ഷോർട്ടേജ് വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നത് എന്താണ്? ബാങ്കിങ്. ഇനി നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയോ എന്തെങ്കിലും സാധനങ്ങൾക്ക് എന്തെങ്കിലും നാശം വരുന്നു, കത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഗുഡ്സ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ആരെങ്കിലും മോഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ അതിന് നാശനഷ്ടം വരുന്നു, അങ്ങനെയുള്ള റിസ്ക് ഒക്കെ സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? ഇൻഷുറൻസ്. നമ്മളുടെ ബിസിനസ് നമ്മളുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 1 lakh യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 lakh യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അന്ന് തന്നെ ആ ഫുൾ യൂണിറ്റ്സ് സെയിൽ ആവണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ബാക്കി വരുന്ന ഗുഡ്സ് ചീത്തയാവാതെ അത് വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് നാശമായി പോവാതെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിനെ സഹായിക്കുന്ന ഫെസിലിറ്റി ഏതാണ്? വെയർ ഹൗസിങ്. അതുപോലെ തന്നെ നമ്മളുടെ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് കൺസംഷൻ പോയിന്റിലേക്ക് എത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇതിനുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ നമ്മളുടെ ഹിൻഡ്രൻസ് ഓഫ് നോളേജ്, അതായത് നമ്മളുടെ ഗുഡ്സിനെ പറ്റി മറ്റുള്ള കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അറിയണം എന്നില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഗുഡ്സിനെ പറ്റി എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല. ആ ഹിൻഡ്രൻസ് ഓഫ് നോളേജ് നമ്മളെങ്ങനെയാണ് മാറ്റുന്നത്? അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അഡ്വർടൈസിങ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസൊക്കെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? POC, ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളുടെ ബിസിനസ് സ്മൂത്തായി പോകുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ്. അതാണ് നമ്മൾ POC, ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൽ POCയിൽ വരുന്നത് കുറച്ച് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല, നല്ലൊരു ഇല്ലസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടി എടുത്തേക്കുന്ന കുറച്ച് ലിസ്റ്റ് അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രൈറ്റ് ഫോർവേഡർ. അതായത് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ 1-2 പോയിന്റിലായിരിക്കും. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ ആയിരിക്കില്ല ആ ഗുഡ്സിൻ്റെ കൺസംഷൻ നടക്കുന്നത്, മറ്റ് പല സ്ഥലത്തായിരിക്കും. ഇപ്പം നമ്മൾ അരി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള ആളുകൾ മാത്രമല്ലല്ലോ അരി ഭക്ഷിക്കുന്നത്, ബാക്കി നമ്മളുടെ കൺട്രിയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ അരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അത് കൺസംഷൻ പോയിന്റ് വരെ എത്തിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെ നമുക്കത് എത്തിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഷിപ്പിംഗ് കമ്പനിയുടെ ഹെൽപ്പോടുകൂടി, അതായത് വാട്ടർ വേസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എയർലൈൻസോ അല്ലെങ്കിൽ റെയിൽവേസോ റോഡ് വേസോ അങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് നമ്മൾ ഇത് പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് കൺസംഷൻ പോയിന്റിലേക്ക് ഈ ഗുഡ്സ് എത്തിക്കുന്നത്. അത് കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിൽ എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനോ അത് മുമ്പോട്ട് കൊണ്ടുപോകാനോ സാധിക്കുള്ളൂ. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഫ്രൈറ്റ് ഫോർവേഡർ. ഇനി നെക്സ്റ്റ് വൺ, ബിസിനസ് ഇൻക്യുബേറ്റർ. ബിസിനസ് ഇൻക്യുബേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന, അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബിസിനസ് ഇൻക്യുബേറ്റർ.
അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ അതൊരു സിമ്പിൾ കാര്യമായിരിക്കും, എന്നാലും അതിങ്ങനെ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള പല പല ഡൗട്ട്സും ടെൻഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാവില്ലേ. ഇനി അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ടെക്നിക്കൽ സപ്പോർട്ട് അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒത്തിരി ടെൻഷൻസ് അല്ലെങ്കിൽ ഒത്തിരി ഡൗട്ട്സ് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് ഗ്രോ ചെയ്യാനും വേണ്ട ഹെൽപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബിസിനസ് ആക്സിലറേറ്റർ. ബിസിനസ് ആക്സിലറേറ്റർ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ക്വിക്കായിട്ട് ലോഞ്ച് ചെയ്യാനും അതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആക്കി മാറ്റാനും. കാരണം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നമ്മൾ കുറേ നാൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പുതിയൊരു റൈസ് ഐറ്റം, അത് ഇങ്ങനെ അതിന് നമ്മൾ ഏത് രീതിയിൽ ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് നമ്മൾ കുറേ നാൾ ആലോചിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളതിന് ടൈം നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും, നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റോ പ്രോഫിറ്റോ നഷ്ടമാവും. അപ്പം നമ്മൾ നല്ല പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ക്വിക്കായിട്ട് ലോഞ്ച് ചെയ്യുകയും വേണം, അതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആക്കി മാറ്റുകയും വേണം. ഏത് പ്രൊഡക്റ്റും വെറുതെ ലോഞ്ച് ചെയ്തിട്ട് അത് ലോസിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വിക്ക് ലോഞ്ചിങ്ങിന് വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് വേണം, അതിന് ഏതൊക്കെ രീതിയിൽ സഹായിക്കാം, അതെല്ലാം ചെയ്യുന്നതാണ് ബിസിനസ് ആക്സിലറേറ്റേഴ്സ്. അത് ആ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒരു സക്സസ്സിലേക്ക് എത്തിക്കുക, അതിനുള്ള വഴിയും അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ റിലയൻസ് ജിയോയുടെ കാര്യം പറയാം. റിലയൻസ് ജിയോ അവരുടെ പ്രൊഡക്റ്റും ഓഫേഴ്സും ലോഞ്ച് ചെയ്തത് എങ്ങനെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ക്വിക്ക് ലോഞ്ചിങ് ആയിരുന്നു. ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് അതിന് കുറച്ച് ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു, ബട്ട് അതവർ കുറച്ച് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അവർ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്തു, അവർക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനും സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബിസിനസ് ആക്സിലറേറ്റർ. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. നമ്മൾ ഫിനാൻസ് എപ്പോഴും ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. കാരണം ഫിനാൻസ് ഇല്ലാതെ ബിസിനസ്സിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിൽ എത്തിക്കണമെങ്കിലും എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് ബിസിനസ്സിൽ ചെയ്യണമെങ്കിലും നമ്മൾക്ക് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഏതൊക്കെ രീതിയിലുള്ള ഫിനാൻസ് ബിസിനസ്സിന് എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്, അതിപ്പോൾ ഡൊമസ്റ്റിക് ഫിനാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോറിൻ ഫിനാൻസ് ആണെങ്കിലും അത് ഏതൊക്കെ രീതിയിൽ ഫിനാൻസ് എടുക്കാം, അതെടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ദോഷമുണ്ട്, എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ഫിനാൻസിൻ്റെ ആവശ്യം വന്നാൽ, കുറച്ച് എമൗണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അവർക്കൊന്നെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് പേ ചെയ്യണം, അതുപോലെ അവരുടെ ഓണർഷിപ്പ് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല അവർക്ക് ഡെറ്റ് ഫണ്ട് എടുക്കണമെങ്കിൽ ഡെറ്റ് ഫണ്ട് എടുക്കാം. ഡെറ്റ് ഫണ്ട് എടുക്കുവാണെങ്കിൽ അതിനുള്ള പ്രോബ്ലം എന്താണ്, ഫണ്ട് കിട്ടും ബട്ട് അവരതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പ്രപ്പോർഷൻസിൽ എങ്ങനെ ഫണ്ട് എടുക്കണം, ഇക്വിറ്റി ഇഷ്യൂ ചെയ്യണോ അതോ ഡെറ്റ് ഫണ്ട് എടുക്കണോ, ലോൺ എടുക്കണോ, ഏതൊക്കെ രീതിയിൽ ഫിനാൻസ് റേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്വൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ, മെർച്ചൻഡൈസർ. അതായത് നമ്മളുടെ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ നോർമൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനിയോ അല്ലെങ്കിൽ ആളുകളെയാണ് നമ്മൾ മെർക്കൻഡൈസർ എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എവിടെയെങ്കിലും വച്ചിരുന്നാൽ പോരല്ലോ, അത് പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തി പബ്ലിക്കിന് അത് സെല്ല് ചെയ്താലല്ലേ ഉള്ളൂ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ മെർക്കൻഡൈസർ എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് POC ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സിൽ വരുന്നത്. നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഫണ്ടിങ് ആൻഡ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി മാത്രമാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, ഗവൺമെൻറ് ആസ് എ ബിസിനസ് ഫെസിലിറ്റേറ്റർ. ഗവൺമെൻറ് എന്തിനാണ് ബിസിനസ് ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തിനാണ് ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്, ബിസിനസ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ ഗവൺമെൻറ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, നമ്മുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ എക്കണോമിയെ തന്നെ അത് ബാധിച്ചു. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് നമ്മുടെ ബ്രിട്ടീഷേഴ്സ് പോയപ്പോൾ അവർ നമ്മളുടെ എക്കണോമിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ പല അസറ്റ്സും അവർ യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ അവരത് പലതും അങ്ങോട്ട് കൊണ്ടുപോയി നമ്മളുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് പൊസിഷൻ തന്നെ വളരെ വീക്ക് ആവുന്ന അവസ്ഥയിലേക്കായി. അപ്പോൾ അവിടുന്ന് ഗവൺമെൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്കണോമിയെ റിവൈവ് ചെയ്യണമായിരുന്നു, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് ബിസിനസ് ഫെസിലിറ്റേറ്ററായിട്ട് ആക്ട് ചെയ്തത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ഉടനെ 1948
ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്സ് യൂണിയൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യുക, ബിസിനസ്സസ് ഇന്ത്യയിൽ കൂട്ടുക. കാരണം ബിസിനസ് കൂടിയാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ പ്രൊഡക്ഷൻ കൂടുള്ളൂ, പ്രൊഡക്ഷൻ കൂടിയാലേ ഉള്ളൂ നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധിക്കുകയുള്ളൂ. സോ 1948 ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു. അതിനുശേഷം 1951 ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് എനാക്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാം പർപ്പസ് ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം കൂട്ടുക, ഇൻഡസ്ട്രീസിന് നല്ല ഗ്രോത്ത് ചെയ്യത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതെല്ലാമാണ്. അതിനുശേഷം 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വന്നു. നമ്മളുടെ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ. ബട്ട് ഈ സമയത്തൊക്കെ നമ്മളുടെ പബ്ലിക് എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ ഗവൺമെൻറ് എൻ്റർപ്രൈസസിനായിരുന്നു ഡോമിനേഷൻ കൂടുതൽ. പ്രൈവറ്റ് എൻറ്റിറ്റീസ് വളരെ കുറവായിരുന്നു. കൂടുതൽ ഒരു മെജോറിറ്റി ഫേംസിലും അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയാസിലെല്ലാം പബ്ലിക് ഫേംസ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പബ്ലിക് ഫേംസ് ഡോമിനേറ്റ് ചെയ്തെങ്കിലും അവരത് നല്ല രീതിയിൽ മാനേജ് ചെയ്തിരുന്നില്ല. ഇപ്പം തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ സമയത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഓഫീസിലും ഒരു പ്രൈവറ്റ് ഓഫീസിലും നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുമല്ലോ. ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കില്ലല്ലോ പ്രൈവറ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടും കുറച്ചും കൂടെ നല്ല ഫെസിലിറ്റീസ് അതെല്ലാം ഒരു പ്രൈവറ്റ് ഫേമിലുണ്ടാവും. അപ്പോൾ ആ സമയത്തും അതുപോലെ തന്നെ ഗവൺമെൻറ്റാണ് എല്ലാം ലീഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ബിസിനസ് കൂടുതലും റൺ ചെയ്തിരുന്നതെങ്കിലും അവർക്ക് എല്ലാ ഫീൽഡിലും കറക്റ്റായിട്ട് ചെയ്യാനുള്ള അതിൻ്റെ ടെക്നിക്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് പലതും നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, എഫിഷ്യൻറ്റ് പേഴ്സണൽസ് ഇല്ലാത്തത് കൊണ്ടല്ല. സോ 1991 പുതിയ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ പ്രോബ്ലംസ് സോൾവ് ആയി, അല്ലെങ്കിൽ അത് ഒരു പരിധിവരെ ലഘൂകരിക്കാനായിട്ട് സാധിച്ചു, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ എന്താണ് നമ്മൾ പഠിച്ചതാണ്, LPG ഇൻട്രൊഡ്യൂസ് ചെയ്തു. LPG പോളിസി അല്ലെങ്കിൽ GPL പോളിസി എന്നും അതിനെ പറയാം. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്, നമ്മൾ പ്രൈവറ്റ് ഫേംസിന് കൂടുതൽ നമ്മളുടെ ബിസിനസ് സെക്ടർ ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ കൂടുതൽ പ്രൈവറ്റ് ഫേംസ് ബിസിനസ് ഫീൽഡിലേക്ക് വന്നു, പ്രൈവറ്റ് എൻറ്റിറ്റീസ് കടന്നു വന്നു, നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് ആരംഭിച്ചു, ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇനി ഗവൺമെൻറ്റിൻ്റെ റോള് ജസ്റ്റ് കുറേ പോളിസീസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ട് അവിടെ വച്ചിരിക്കുക എന്നുള്ളതല്ലായിരുന്നു. കാരണം കുറച്ച് പോളിസീസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഫോം ചെയ്ത് വച്ചത് കൊണ്ട് മാത്രം എന്തെങ്കിലും പറ്റുമോ? ഒന്നും നടക്കില്ല. ഇപ്പം നമ്മൾ തന്നെ എല്ലാ വർഷവും ഡിസംബറിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെ പോളിസീസ് പറയുന്നു, ജാനുവരി 1 തൊട്ട് നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് മിക്കതും നടക്കാറില്ലല്ലോ. സോ ഗവൺമെൻറ് അതുപോലെ തന്നെ പോളിസീസൊക്കെ ഫോം ചെയ്ത് പോളിസീസ് എല്ലാം ഒരു സ്ഥലത്ത് വച്ചേക്കുമല്ല ചെയ്തത്, അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നെന്ന് എൻഷുർ ചെയ്യാനായിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിയേറ്റ് ചെയ്തു. കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തു, ആ ജോലി അവരെ എൻട്രസ്റ്റ് ചെയ്തിട്ട് അവരാണ് പിന്നെ അത് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്മളുടെ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ ബിസിനസ് ഫെസിലിറ്റേഷന് വേണ്ടി ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്ത അല്ലെങ്കിൽ ഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ബിസിനസ് ഫേംസിന് ഫണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല, അവർ എമൗണ്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവർ അല്ലാതെയുള്ള ഹെൽപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൂപ്പർവൈസറി ഹെൽപ്പ്, ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാനുള്ള ഹെൽപ്പ്, അതെല്ലാമാണ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിസിനസ്സിന് ആവശ്യമായ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഇൻട്രസ്റ്റ് റേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും, ഫണ്ട് പ്രൊവൈഡ് ചെയ്യാതെ ഉള്ള മറ്റ് ഹെൽപ്പ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും പറയുന്നു. നമ്മളുടെ നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആൻഡ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിൽ ഇപ്പോൾ ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞതിൽ RBI ആണെങ്കിലും SEBI ആണെങ്കിലും CCI ആണെങ്കിലും ഒക്കെ ഇവർ നോൺ ഫണ്ടിങ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ CCI നോക്കുകയാണെങ്കിൽ CCI കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ വേറെ മോണിറ്ററി
ഹെൽപ്പ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ബിസിനസ് ഫേംസിനുള്ളിൽ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക. കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരവസ്ഥ വരാതിരിക്കുക. കാരണം കോമ്പറ്റീഷൻ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്താണ്, മോണോപ്പൊളി ക്രിയേറ്റ് ആവും. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സെബി ആണെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതെല്ലാം എൻഷുർ ചെയ്യുക, അതെല്ലാമാണ് സെബി ചെയ്യുന്നത്. RBIയും അതുപോലെ തന്നെ നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ട്രാൻസാക്ഷൻസ് അതെല്ലാം മോണിറ്റർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, അതെല്ലാമാണ് RBIയുടെ വർക്ക് വരുന്നത്. IRDA എന്താ ചെയ്യുന്നത്? IRDA ഇൻഷുറൻസ് സെക്ടർ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, നോർമൽ പബ്ലിക്കിൻ്റെ ക്യാഷ് പോവാതെ നല്ല രീതിയിൽ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഏത് രീതിയിൽ കസ്റ്റമേഴ്സിന് എങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെയുള്ള ഇൻഷുറൻസ് സെക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടതിന് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുക, അതെല്ലാമാണ് IRDA പ്രൊവൈഡ് ചെയ്യുന്നത്. ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് നബാർഡ് മാത്രമേ പഠിക്കാനുള്ളൂ. നമ്മൾക്കിത് ഓരോന്നും ഓരോരോ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം, എന്നാലേ നമുക്ക് ഫുൾ കണ്ടൻറ്റ് അതിൽ കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇത്രയും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ LPGയുടെ ഡീറ്റെയിൽസും മറ്റെല്ലാം അറിയുന്നതിൻ്റെ മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. സോ നിങ്ങൾ ഇത് ടെക്സ്റ്റ് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് നന്നായിട്ട് ക്ലിയർ ആവും. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.